ഇന്ന് ഞാൻ അവിൽ കൊണ്ട് പായസം തയ്യാറാക്കുകയാണ്. തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ വെള്ള അവിലല്ല, ബ്രൗൺ കളറുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. മധുരത്തിനായിട്ട് 3 കട്ട ശർക്കരയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിയും ഇട്ട് ഇതിപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. പിന്നീട് നമുക്ക് ഇതേ പാനിൽ തന്നെ അവിലൊന്ന് വറുത്തെടുക്കാം. തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 2-3 മിനിറ്റ് ഇങ്ങനെ ചൂടായി ഇങ്ങനെ മുരിഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ അവിൽ ഇവിടെ ഇപ്പം നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഞാനിത് പായസം വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അവിൽ നമുക്ക് ഈ സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. ഈ പാത്രത്തിലാണ് ഞാൻ പായസം വെക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയും ഒഴിച്ച് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അവലുമായി നന്നായിട്ട് ശർക്കരപ്പാനി യോജിച്ച് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനി ഒന്ന് വറ്റി വരണം. വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ഈ അവിലുമായിട്ട് ശർക്കരപ്പാനി നല്ലോണം യോജിക്കണമെന്ന്. ഇതപ്പം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ശർക്കരപ്പാനിയൊക്കെ വറ്റി നമുക്കതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 2ാം പാലൊന്ന് തിളച്ച് വരട്ടെ. ഇതാ 2ാം പാലും നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് അവിലുമായി നന്നായി യോജിച്ച് വരണം. ഈ 2ാം പാലും അവിലും കൂടി. ഇതാ 2ാം പാലും ഇപ്പം നന്നായി യോജിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്കാക്കി വെച്ചിട്ട് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കാൻ പാടില്ല, ചൂടാക്കി എടുത്താൽ മതി. 1ാം പാൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഈ സമയത്ത് ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചുക്ക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ആ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് യോജിപ്പിച്ചെടുക്കാം. അത് നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല സ്വാദുണ്ട്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.